രുചിയുടെ കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട. നിങ്ങളുടെ വീട്ടിലെ വിവാഹങ്ങൾ, ഗൃഹപ്രവേശം, ജന്മദിനങ്ങൾ തുടങ്ങി എല്ലാ ആഘോഷങ്ങളും അവിസ്മരണീയമാക്കാൻ അക്ഷയ കാറ്ററിംഗ് സർവീസ് തൊടുപുഴ സജ്ജമാണ്. ശുദ്ധമായ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ കേരളീയ സദ്യയും വൈവിധ്യമാർന്ന മറ്റു വിഭവങ്ങളും മിതമായ നിരക്കിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. ഗുണമേന്മയും കൃത്യനിഷ്ഠയും ഞങ്ങളുടെ മുഖമുദ്രയാണ്. രുചികരമായ ഭക്ഷണത്തിനായി ഇന്നു തന്നെ വിളിക്കൂ. 9744406785. അക്ഷയ കാറ്ററിംഗ് സർവീസ്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇനി ഞങ്ങൾക്കൊപ്പം. ഹായ്, വീട്ടിൽ ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിദേശത്തുള്ള പ്രിയപ്പെട്ടവരെ മിസ് ചെയ്യാറില്ലേ? അതും നോൺ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ. അതുമാത്രമല്ല, വസ്ത്രങ്ങൾ, മെഡിസിനുകൾ, വിലയേറിയ രേഖകൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം 150-ൽ പരം രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ സേഫായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഞങ്ങൾ എത്തിക്കാം. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും, UK, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഡ്യൂട്ടി ഫ്രീ സേവനവും ലഭ്യമാണ്. പ്രമുഖ ഇന്റർനാഷണൽ കമ്പനികളുടെ സേവന കേന്ദ്രം കൊറിയർ സോൺ, പുളിമൂട്ടിൽ പ്ലാസ, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. കോൺടാക്ട് നമ്പർ 9448777270 9446059084. ഒരേ കാര്യം തന്നെ ഞാൻ വീണ്ടും നന്ദനോട് പറയുന്നുണ്ട്. ബോറടിക്കുവാണല്ലേ? ഇതുവരെയും എന്നോടൊരു പോസിറ്റീവ് ആൻസർ പറഞ്ഞില്ല. ഈ തവണയെങ്കിലും നന്ദനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞാൻ വിഷ്ണുട്ടന് വാക്കുകൊടുത്തിട്ടുണ്ട്. നന്ദ, എന്തെങ്കിലും ഒന്ന് പറ നന്ദ. അതൊന്നും ശരിയാവില്ല ചേച്ചി. എന്തുകൊണ്ട് ശരിയാവില്ല നന്ദ? കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അതനുസരിച്ച് വയസ്സും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലമാണ് ഇന്ന് ഒറ്റയ്ക്ക് ജീവിക്കുക? അതിനല്ലേ സുനന്ദേച്ചി ഇവിടെ ബുദ്ധമന്ദിരങ്ങൾ. എന്താ നന്ദ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളുടെ കൂടെ ഡൽഹി വരാൻ വിഷ്ണുട്ടൻ എത്ര തവണ നന്ദനോട് പറഞ്ഞിട്ടുണ്ട്. ഫ്ലാറ്റിലുള്ള ജീവിതം എനിക്കിഷ്ടമല്ല. ഇവിടെ ആവുമ്പോൾ കാടുകളും മലയും പുഴകളും വയലുകളും എല്ലാം തന്നെയുണ്ട്. ഗ്രാമത്തിന്റെ ചാരുതയാണ് എനിക്കിഷ്ടം. ഗ്രാമത്തിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ശരി, ഡൽഹിക്ക് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ വിവാഹകാര്യം ഞാൻ ഇനിയും നിർബന്ധിക്കും. നല്ല പ്രായത്തിൽ വിവാഹം വേണ്ടെന്ന് വെച്ചവരെല്ലാരും പിന്നെ അതോർത്ത് ദുഃഖിച്ചിട്ടുണ്ട്. സുനന്ദേച്ചി വീണ്ടും അതന്നെ പറയും. നന്ദന് എന്നോട് നല്ല ദേഷ്യം വരുന്നുണ്ടല്ലേ? നന്ദ, ഞാൻ നന്ദന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണെങ്കിലും നന്ദനെ കാട്ടി 5 വയസ്സ് ഇളയതാണെങ്കിലും ഒരമ്മയുടെ സ്നേഹം ഞാൻ തന്നിട്ടുണ്ടെന്നാണ് എന്നോട് വിശ്വാസം. ഞാൻ എന്നും അങ്ങനെ കരുതിയിട്ടുള്ളൂ സുനന്ദേച്ചി. എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം നന്ദ. നമുക്ക് വയ്യാതാവുമ്പോൾ കൂട്ടുകാരൊക്കെ അകലും, പിന്നെ അവർ വല്ലപ്പോഴും ഒന്ന് വന്നെങ്കിലായി. എന്നാലും നന്ദന് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടെത്തും. ഏഴിലം പാലപ്പൂക്കളുടെ മാദകഗന്ധവുമായി ഒഴുകിയെത്തിയ മന്ദസമീരനിൽ ജാലക തിരശീല ഞൊറികൾ താളമിട്ടു. രാവേറെ ചെന്നിട്ടും അവളുടെ കണ്ണുകളിൽ നിദ്ര പുൽകിയില്ല.
അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അനന്തനീലമയാർന്ന രാത്രി ഒരപ്സരസിനെ പോലെ ഒരുങ്ങി നിൽക്കുന്നു. രാക്കിളികളുടെ സംഗീതത്തിൽ പ്രണയത്തിൻ്റെ മധുരസ്വരം. അകലെ കുന്നിൻ ചെരുവിലെ വീട്ടിൽ അയാളുടെ മുറിയിലും വെളിച്ചമുണ്ട്. അയാളും ഉറങ്ങിയിട്ടില്ല. അവൾക്കറിയാം ഭാവനകളുടെ നൂലിൽ അയാൾ കഥകൾ കൊരുക്കുകയാണെന്ന്. അവൾ ചിന്തിച്ചു, MDയെയും മുകുന്ദനെയും തകഴിയെയും OV വിജയനെയും പോലെ അയാളുടെ കഥകളും വായിക്കാൻ എന്തു രസമാണ്. തന്നേക്കാൾ വളരെ പ്രായക്കൂടുതലുണ്ടായിട്ടും ആ ആരാധന തന്നെയല്ലേ അയാളിലേക്ക് അടുപ്പിച്ചതും. പ്രണയത്തിൻ്റെ വിശുദ്ധ ഭൂമിയിൽ അവർ അനുഭൂതികളുടെ സാഗരങ്ങൾ നീന്തി. അവളുടെ നാഭിച്ചുഴിയെ പുണർന്നു കിടക്കുന്ന പൊന്നരഞ്ഞാണം പോലെ അയാൾ അവളെ ചുറ്റിവരിഞ്ഞു. ശരങ്ങളേക്കാൾ ശക്തിയുള്ള ചുംബനങ്ങൾ അവളുടെ ശരീരത്തിലൂടെ തുളച്ചിറങ്ങി. അവളുടെ അസ്ഥികൾ പൂക്കുന്ന സുഗന്ധം അയാളെ മത്തുപിടിപ്പിച്ചു. അയാളുടെ ഉഷ്ണഭൂമിയിൽ അവൾ തേൻമഴയായി പെയ്തിറങ്ങി. എന്താണ് ഇത്? ഞാൻ നിളയല്ല, നിവേദ്യ, അങ്ങയുടെ നിവേദ്യ. നീ എന്താ ഭ്രാന്ത് പറയുകയാണ്? നന്ദഗോപൻ സാറിന്റെ പ്രണയതാളം എന്ന നോവലിലെ നിവേദിയാണ് ഞാൻ. കുട്ടി, കഥയും ജീവിതവും രണ്ടാണ്. കഥകൾ പലപ്പോഴും ഭാവനാ സൃഷ്ടികളാണ്. അതിന് ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല. നന്ദഗോപൻ എന്ന സാഹിത്യകാരനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. വെറും ഇഷ്ടമല്ല, എന്നും ഒന്നിച്ച് ജീവിക്കാനുള്ള ഇഷ്ടം. കുട്ടി, നല്ല പ്രായത്തിൽ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നിന്നേക്കാളും പ്രായമുള്ള കുട്ടികൾ എനിക്കുണ്ടായിരുന്നു. നീ ഇവിടെ വരുന്ന ഞാൻ തടയാതിരുന്നത് നീ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. മനസ്സിനെയും കണ്ണുകളെയും സോഷ്യൽ മീഡിയയിൽ തളച്ചിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നോട് എനിക്കിഷ്ടം തോന്നിയത് അതുകൊണ്ടാണ്. അതിന് മറ്റർത്ഥങ്ങളില്ല. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്നും ഒരുമിച്ച് ജീവിക്കാനുള്ള ഇഷ്ടം. നമ്മൾ തമ്മിലുള്ള പ്രായത്തിൻ്റെ വ്യത്യാസം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇഷ്ടം ആത്മാർത്ഥമാണെങ്കിൽ പ്രായം വെറും അക്കം മാത്രമാണെന്ന് എഴുതിയതും അങ്ങ് തന്നെയല്ലേ? പ്രണയം ഭ്രാന്താണ്, അതാർക്കും ആരോടും തോന്നുന്ന വികാരമാണ് എന്നൊക്കെ. അങ്ങയുടെ ഭാര്യയായി എനിക്ക് ജീവിക്കണം. മാഷിന്റെ ചേട്ടന്റെ ഭാര്യ വന്നിട്ട് എന്താണ് പെട്ടെന്ന് പോയത്? അവിടെ ചേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ചേട്ടൻ ഒറ്റയ്ക്ക് ശരിയാവില്ല. ചേച്ചിയും കൂടി ഇല്ലെങ്കിൽ ബിസിനസ് ആകെ താറുമാറാകും. ഇന്നത്തെ കാലത്ത് ഓണർ നോക്കേണ്ട ബിസിനസ് ഓണർ തന്നെ നോക്കണം. ആത്മാർത്ഥതയുള്ള തൊഴിലാളികൾ ഇപ്പം വളരെ കുറവാണ്. വക്കീല് പറഞ്ഞത് ശരിയാ. കൃഷിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും കിട്ടുന്നതെല്ലാം ഇന്ന് തൊഴിലാളിക്ക് വേണം. നടത്തുന്നവന് കടവും കഷ്ടപ്പാടും മാത്രം മിച്ചം. ഇതൊക്കെ പറഞ്ഞാലും യൂണിസെക്കയുടെ പമ്പും ബസ് സർവീസും ഒക്കെ എങ്ങനെ പോണു? ഉന്തിത്തള്ളി അങ്ങനെ പോകുന്നു. അതിന്റെയൊക്കെ കഷ്ടപ്പാടും ടെൻഷനും ഒക്കെ തീർക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൂട്ടുകൂടി സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴാ. ചേട്ടന്റെ ഭാര്യ ഡൽഹിക്കാരിയാണെങ്കിലും ചേട്ടന്റെ കൂടെ 10-35 വർഷം താമസിച്ചെങ്കിലും മലയാളം ശരിക്കും പഠിച്ചില്ലല്ലോ. ഭർത്താനെ എങ്ങനെ പറഞ്ഞാലെന്താ, സംഗതി പൊടി കിട്ടിയാ പോലെ. സ്വന്തം ചേച്ചിക്ക് പോലും ഇല്ലാത്ത സ്നേഹമാ ഓള് മാഷിനോട് കാണിക്കുന്നത്. പ്രണയത്തിന്റെ ആരംഭം, പ്രണയത്തിൻ സാഫല്യം കാമമാണെന്നു പറഞ്ഞാൽ വലിയൊരു ദാർശനികൻ അത്രേ. എടോ കവി, ഇപ്പോൾ ഒരു കവിത കേൾക്കാനുള്ള മൂടില്ല. വക്കീലൊരു പാട്ടങ്ങ് കാച്ചേ. ഈ വയസ്സാകാലത്ത് നമ്മുടെ നന്ദനാഥന് പ്രേമം തലയ്ക്ക് പിടിച്ചേക്കുമല്ലേ, ഒരു കുളിര് കോരുന്ന ഒരു പാട്ടങ്ങ് പാടുക വക്കീല്. യുവകാമുകന്റെ ഒരു കള്ളച്ചിരി കണ്ടോ? കൊച്ചു കള്ളൻ. മുഖത്ത് മുത്തപ്പിന് മുഖത്തിന് ഒരു 10 വയസ്സ് കുറവുണ്ട്. അത് ശരി. വക്കീലെ പാടുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനിപ്പോ കവിത പാടും. പടച്ചോനെ ചതിക്കല്ലേ, ഒന്ന് പാട് വക്കീലേ. പാർനില ഒഴുകുന്ന രാത്രി പാരിജാതം
മലർ ചൂടും യാമം പാതി തുറന്നിട്ട ജാലകവാതിൽ പ്രാലയ കുളിർ തെന്നൽ താളമിട്ടു. നിദ്ര പുണരാത്ത മിഴികളും മനസ്സും മന്ത്രിച്ചു. പ്രിയ സഖീ നീ അരികിലുണ്ടായിരുന്നെങ്കിൽ പാൽനില ഒഴുകുന്ന രാത്രി പാരിജാതം മലർ ചൂടും യാമം. നിന്നെ എൻ്റെ നെഞ്ചിൽ ചേർത്തൊരു ഗന്ധർവ വീണയായി മീട്ടും. നിന്റെ സിരകളിൽ പൂക്കും പുളകങ്ങൾ എന്നെ പൊതിയുമ്പോ ദേവമനോഹരി നിന്നൊന്നതങ്ങളിൽ നീന്തി നീരാടും പൂമതു നുകരും ഞാൻ. പാൽനില ഒഴുകുന്ന രാത്രി പാരിജാതം മലർ ചൂടും യാമം. എന്നെ പുണരും നിൻ സ്വർഗസൗരഭ്യം ആനന്ദലഹരിയായി നിറയും. തനുവാകെ പടരും സുഖമുള്ളൊരഗ്നിയായി എന്നെ പുണരുമ്പോ സർവാംഗ സുന്ദരി നിൻ സുമശയ്യയിൽ വീണുമയങ്ങും ചിറകിലൊളിക്കും ഞാൻ. പാൽനില ഒഴുകുന്ന രാത്രി പാരിജാതം മലർ ചൂടും യാമം പാതി തുറന്നിട്ട ജാലകവാതിൽ പ്രാലയ കുളിർ തെന്നൽ താളമിട്ടു. നിദ്ര പുണരാത്ത മിഴികളും മനസ്സും മന്ത്രിച്ചു. പ്രിയ സഖീ നീ അരികിലുണ്ടായിരുന്നെങ്കിൽ പാൽനില ഒഴുകുന്ന രാത്രി പാരിജാതം മലർ ചൂടും യാമം. നന്ദോവൻ സാറേ, നന്ദോവൻ സാറേ, എന്തു പറ്റി കുട്ടപ്പായി? ആ പെണ്ണ്. ഏത് പെണ്ണ സാറേ? അവളില്ലേ സാറ് കെട്ടാൻ പോകുന്ന ആ പെണ്ണ്, അവള് സാറിനെ ചതിക്കുക. കാനഡ ജോലിയുള്ള ഒരു പയ്യനുമായി അവളുടെ വിവാഹമാ. എങ്കിൽ അത് അവളുടെ സമ്മതമില്ലാതെയായിരിക്കും. ഓ, എങ്ങനെ ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും? ഓ, കല്യാണത്തിന് മുമ്പുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. ഓ, അവനെ കെട്ടിപ്പിടിച്ചും കിടന്നും തിരിഞ്ഞും മറിഞ്ഞും എല്ലാം ഉള്ള ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടതാ സാറേ. നീ പറഞ്ഞത് നേരാണോ കുട്ടപ്പായി? സാറേ, കുട്ടപ്പായി കള്ളം പറയില്ല.
സാറ് ചെയ്ത സഹായങ്ങളൊന്നും കുട്ടപ്പായി മറക്കില്ല. കൊച്ചുമക്കളെ കുട്ടി ബീച്ചിലൊന്ന് പോയതാ, അവിടെ വെച്ച് ഞാൻ കണ്ടതാ. അവളെ പറ്റി വേറെ പലതും കേട്ടു. ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. ധനികനായ നിങ്ങൾക്ക് 25 ലക്ഷം ഈസിയാ. നിനക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടായിരിക്കുമെന്ന് സ്വപ്നത്തെ പോയി ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, 19 വയസ്സായ നിങ്ങളെ വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളൊരു പമ്പര വിധി തന്നെ. എന്നെ ചീറ്റ് ചെയ്ത് നിനക്ക് പണം തന്നില്ലെങ്കിൽ? പ്രസിദ്ധ സാഹിത്യകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമായ നന്ദഗോപൻ പീഡന കേസിലെ പ്രതി. പീഡനമോ? പരസ്പര സ്നേഹത്തോടെയും സമൂഹത്തോടെയും കൂടിയുള്ള ബന്ധങ്ങളായിരുന്നില്ലേ? നന്ദഗോപൻ സാറേ, ആ വാദങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. നിയമങ്ങളും വാർത്താമാധ്യമങ്ങളും അനേകം സംഘടനകളും എന്നെ സംരക്ഷിക്കും. ഞാൻ ആരാണെന്നറിയില്ലേ? അതിജീവിത. നിങ്ങളെയോ വിലങ്ങണയിച്ച് നാട് നീളെ തെളിവെടുപ്പിനായി കൊണ്ടു നടക്കും. ആരാധകരായിരുന്നവർ കാർപ്പിച്ചു തുപ്പും. ലോക്കപ്പും ജയിലും കോടതികളുമായി ഇനിയുള്ള ജീവിതം. പത്രമാധ്യമങ്ങളും ചാനലുകളും എല്ലാം ആഘോഷമാക്കും. അത് വേണോ? ഇപ്പോൾ കിട്ടിയ വാർത്ത, പ്രസിദ്ധ സാഹിത്യകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമായ നന്ദഗോപൻ പീഡനക്കേസിൽ അറസ്റ്റിൽ. 55 വയസ്സുകാരൻ നന്ദഗോപൻ 20 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. സ്വന്തം വീട്ടിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വെച്ച് പ്രതി പീഡിപ്പിച്ചു എന്നാണ് അതിജീവിത പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആരാധകരുള്ള നന്ദഗോപനെതിരെ പല യുവതികളും ഇനി രംഗത്ത് വരുമെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അറിയിച്ചിരിക്കുന്നത്. സാഹിത്യ ആസ്വാദകരും സിനിമ ആസ്വാദകരും ഈ വാർത്തകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. വേണ്ട വേണ്ട, എന്നെ അവമാനിക്കരുത് പ്ലീസ്. ഈ ചോദ്യത്തിന് പൈസ ഞാൻ തരാം. പ്ലീസ് എന്നെ അവമാനിക്കരുത്. ഒരു ചില്ലിക്കാശ് പോലും അവൾക്ക് കൊടുക്കരുത്. അവൾ പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അത് മതി നമുക്ക് കോടതിയിൽ വാദിക്കാൻ. അവളുടെ ഡീറ്റെയിൽസ് ഞാൻ അന്വേഷിച്ചു. അവൾ ഇതുപോലെ പ്രേമം അഭിനയിച്ച് പലരെയും ചീറ്റ് ചെയ്ത് വൻ തുകകൾ മേടിച്ചിട്ടുണ്ട്. സ്ത്രീ ഇന്ന് സ്വന്തം ശരീരവും അഭിമാനവും വിലപേശാനുള്ള മാർക്കറ്റിംഗ് പ്രോപ്പർട്ടി. പുരുഷന് ഒരു പെണ്ണിന് നൽകുന്ന സ്നേഹവും പണവും സമയവും എല്ലാം വെറുതെയാ. അതിലും മികച്ച മറ്റൊരാളെ കണ്ടാൽ ഇവറ്റകൾക്ക് അവരിലേക്ക് ചായാൻ ഒരു മനസാക്ഷി കുത്തൂല. ആണൊരു തെറ്റ് ചെയ്താൽ കുറ്റബോധം തോന്നാറ്. പക്ഷെ പെണ്ണ് ആരെയും തള്ളിപ്പറയാൻ ഒരു നിമിഷം മതി. എന്നാൽ ഈ പടച്ചവൻ പുരുഷന്മാരോട് വല്ലാത്ത ചെയ്ത്താ ചെയ്തിരിക്കണം. ഈ പെണ്ണുങ്ങളുടെ ശരീരവും വടിവും ആ നടക്കും എടുക്കും കുലുക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങ് വീണു പോകും. പെണ്ണേ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞിരുന്ന അങ്ങാർക്കിട്ട് തന്നെ അവൾ ഈ പണി ചെയ്തല്ലോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പുരുഷന്റെ ജീവിതം സ്ത്രീയുടെ 6 ഭാവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അമ്മ, സഹോദരി, സ്നേഹിത, കാമുകി, ഭാര്യ, മകൾ. ഇതിൽ സ്വാർത്ഥതയില്ലാതെ പുരുഷനെ സ്നേഹിക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, അമ്മ. അമ്മ സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ്. ബാക്കിയെല്ലാം സ്വാർത്ഥതയാണ്, തികഞ്ഞ സ്വാർത്ഥത. ഇവളുമാരുടെ സ്വഭാവത്തെക്കുറിച്ച് ഇന്നും നാളെയും പറഞ്ഞാൽ തീരില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്ന് നമ്മുടെ കൈവശമുള്ള തെളിവുകൾ വെച്ച് നമുക്ക് കോടതിയിൽ നേരിടാം. പക്ഷേ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും സ്ത്രീ പരാതിപ്പെട്ടാൽ അവസാനം സ്ത്രീ പറയുന്നത് മാത്രമേ കോടതിയിൽ. അങ്ങനെ ഒരു നിയമമാണ് നമുക്കിവിടെ ഉള്ളത്. പുരുഷന്റെ പേരും നാളും ഫോട്ടോയും എല്ലാം നമ്മുടെ ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങൾ എടുത്ത് അമ്മാനമാടി അവനെയും കുടുംബത്തെയും സമൂഹം ഒറ്റപ്പെടുത്തി.
പല കേസുകളിലും പോലീസിനും വക്കീലിനും ജഡ്ജിക്കുമെല്ലാം കോടതി മുറിയിൽ വിധി പറയുമ്പോൾ മനസാക്ഷിക്കുത്തുണ്ടാകാറുണ്ട്. പക്ഷേ നിയമം വച്ചല്ലേ ഇവിടെ വിധി പറയാൻ പറ്റൂ? വികടമായ നിയമങ്ങൾ മാറ്റി എഴുതിയില്ലെങ്കിൽ ഇനിയും വളരെയധികം ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാം ആത്മഹത്യ ചെയ്യും. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏതൊരു പുരുഷനെയും കുറ്റക്കാരനാണ്. ഈ കേസ് നന്ദഗോപൻ മാഷ് അപമാനിക്കപ്പെടാൻ പാടില്ല. ഈ കേസ് നമ്മൾ നടത്തും. ഈ കേസിൽ വക്കീലും ജഡ്ജിയും കോടതിയുമെല്ലാം നമ്മളാണ്. ഇങ്ങോട്ട് എണീക്കടി. നിന്നെ ജീവനോടെ വിട്ട കുറെ തട്ടിക്കൂട്ട് സംഘടനകളും മാധ്യമങ്ങളും നിനക്കൊരു ഓമന പേരിട്ട് വിളിക്കും. അതിജീവിത. വർഷങ്ങളോടെ കൂടെ ജീവിച്ചിട്ട് ഊറ്റാവുന്നൊക്കെ ഊറ്റിയെടുത്തിട്ട് കാലങ്ങൾ കഴിയുമ്പോൾ പുരുഷനെതിരെ കേസ് കൊടുക്കുന്ന നീ എങ്ങനെയാണ് അതിജീവിതയാവുന്നത്? ഈ ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും അതിജീവിച്ച് അനേക സ്ത്രീകളുടെ അന്തസ്സോടെ ജീവിക്കുന്നത് അവനാണ് ഈ അതിജീവിതമാണ്. പോലെയുള്ളവരെ വിളിക്കുന്നത് മറ്റൊന്നാണ്. നിന്റെ പേരും മുഖവും കാണിക്കാതെ ചാനലുകളിൽ ചർച്ച തൊഴിലാളികൾ നിന്നെ വെള്ള പൂശാൻ മത്സരിക്കുമ്പോ ചീഞ്ഞ് നാറുന്നത് ഒരു പാവം മനുഷ്യന്റെ ജീവിതമാണ്. അതിന് ഇവൾ ജീവനോടെ ബാക്കിയുണ്ടായിട്ടുണ്ട്. ഇപ്പോ നിന്റെ വീട്ടുകാർ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം അവർ കണ്ടെത്തില്ല. ഒരു തെളിവ് പോലും അവശേഷിക്കാതെ നിന്റെ ബോഡി നശിപ്പിച്ചിരിക്കും. ഞാൻ ഈ വാളെന്ന് വലിച്ചാൽ നിന്റെ ശിരസിയുടെ അറ്റു വീഴും. അത് വേറെ കരുത്തർത്ത ഇവിടെ പെട്ടെന്ന് വരും. ഇവളുടെ കണ്ണിനെ കണ്ട് കുട്ടിപ്പറ്റിക്കാം. അങ്ങനെ ഇവള് അഞ്ചിഞ്ചായി മരിക്കട്ടെ. എങ്കിൽ അങ്ങനെയാവാം. ഇവളുടെ വസ്ത്രങ്ങളെല്ലാം ഊരി എറിഞ്ഞ് ഇവളെ കൂടുതൽ വൃത്തിയാക്കിയതിനു ശേഷം അതിനു മുമ്പ് ഇവിടെ നമുക്കൊന്ന് അനുഭവിക്കില്ല. നിന്നോട് ഊരാൻ പറഞ്ഞേ. അജേഷേ, കഥ മ്യൂസിക്കാ. എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? മാഷിന്റെ വിഷമം കണ്ടിട്ട് ഞാനായി ഇവിടെ ഏർപ്പാട് ചെയ്തത്. ഞാൻ ഇവിടെ ആത്മാർത്ഥമായി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓർമ്മ ഏൽക്കാൻ സമ്മതിക്കില്ല. ഞാൻ സുരക്ഷിതമായി കുട്ടികൊണ്ട് കേക്കടി കേക്ക്. വഞ്ചിച്ചു പോകുന്ന പെണ്ണുങ്ങളെ വെട്ടിക്കൊല്ലുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ആ മനുഷ്യൻ പറഞ്ഞ എന്താണ് മനസ്സിലായ? സ്നേഹിക്കണമെന്ന് നിനക്കൊരു പോറും കേൾക്കരുത്. മനസ്സിലായോ? നിന്നെ പോലുള്ള പെണ്ണുങ്ങൾ പണത്തിനു വേണ്ടി പരാതിപ്പെടുമ്പോൾ തകരുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഒരു കുടുംബമാണ്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി അയാളെ വെറുതെ വിട്ടാലും അയാൾക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുമോ? എന്തൊരു നിയമം! ആണിനൊരു നിയമം, പെണ്ണിനൊരു നിയമം. എന്നിട്ട് പറയുന്നതോ സ്ത്രീ പുരുഷ സമത്വമെന്ന്. എന്തൊരു ലോകം! ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി. ക്ഷമിക്കണം. അനുസരണയോടെ ഞാൻ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞോളാം. എന്നോട് ക്ഷമിക്കണം. മാപ്പ്. എല്ലാ തെറ്റുകൾക്കും മാപ്പ്.
ഈ കണ്ണീര് ആത്മാർത്ഥമാണെങ്കിൽ നിന്റെ മനസ്സ് ശുദ്ധമാക്കും. നീ വീട്ടിലേക്ക് പോകും. ഞാൻ ചെയ്ത തെറ്റ് മാപ്പ് അർഹിക്കാത്തതാണ്. എങ്കിലും ഞാൻ അപേക്ഷിക്കുകയാണ്, എന്നെ സ്വീകരിക്കണം. മോളെ, നിന്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഇതെല്ലാം കാലം കുറച്ചു മാറ്റും. ഞാൻ ആയുസിന്റെ സഹായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. എപ്പോഴും ചേരേണ്ടവർ തമ്മിലേ ചേരാവൂ. നമുക്ക് നല്ല സുഹൃത്തുക്കളായി കഴിയും. ദയവ് ചെയ്ത് തിരിച്ചു. എൻ്റെ വിവാഹ മംഗളാശംസകൾ.